ഹലോ എവ്രി വൺ. ഈ ഒരു സാരി വെച്ച് നമുക്ക് ഇതേപോലെ ഒരു പലാസ സ്റ്റിച്ച് ചെയ്താലോ? ഞാൻ ഇവിടെ ഒരു 3 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്ലെയേർഡ് ആയിട്ടുള്ള സർക്കുലർ പലാസോ ആണ് വേണ്ടത്. ഞാൻ തുണി ഇവിടെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഡയഗണലി ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ആ മടക്ക് വശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഹിപ്പ് സൈസ് എടുത്തു കൊടുക്കാം. എൻ്റെ ഹിപ്പ് സൈസ് 36 ഇഞ്ചാണ് വരുന്നത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9 കിട്ടും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 10 ഇഞ്ചാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഈ ഒരു പോർഷനിലാണ് 10 ഇഞ്ച് വരുന്നത്. ഇനി ആ കോർണറിൽ നിന്ന് നമ്മൾ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്ക് അളന്ന് നോക്കുമ്പോൾ ഒരു 14 ഇഞ്ച് കിട്ടും. ആ ഒരു മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു 14 ഇഞ്ച് നമ്മൾ ഇതേപോലെ എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ഇങ്ങനെ നീക്കി വെച്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 30 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കമാണ് 30 ഇഞ്ച് എടുക്കുന്നത്. അതും ഇതേപോലെ ടാപ്പ് നീക്കി വെച്ച് മെഷർമെൻറ്റ് എടുത്ത് കൊടുക്കുക. ഇനി ഈ പോയിൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമ്മളെ ഹിപ്പ് സൈസിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 9 ആണ് കിട്ടിയത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്തിട്ട് 11 ഇഞ്ചസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി അവിടുന്ന് നമുക്കൊരു 3 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആം ഹോളിലൊക്കെ കേർവ് ചെയ്യില്ലേ, അതേപോലെ 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കേർവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാർക്കിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 6 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് ഞാൻ എടുക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ക്രോച്ചിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ക്രോച്ചും അടുത്തടുത്ത് വരുന്ന രീതിയിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മളിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ 2 ക്രോച്ചും ഒരുമിച്ച് പിടിക്കുക, എന്നിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ 2 ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനാദ്യം ചെറുതായിട്ടൊന്ന് മടക്കി പിന്നെ വലുതാക്കി മടക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എലാസ്റ്റിക് ഇടാനുള്ളത്. ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യുക, പക്ഷേ എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ഓപ്പണിങ് മാത്രം അവിടെ ബാക്കി വയ്ക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എലാസ്റ്റിക്കിനുള്ള ഒരു ഓപ്പണിങ് ഉള്ളിൽ വിട്ടിട്ടുണ്ട്. ഇനി ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. എലാസ്റ്റിക്കിൻ്റെ വലുപ്പം എടുക്കുന്നത് എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റിനേക്കാളും ഒരു 3 ഇഞ്ചസ് കുറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ടോട്ടൽ 31 ഇഞ്ചസ് ആണ് എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു 28 ഇഞ്ചസൊക്കെയാണ് ഞാൻ വലുപ്പം എടുത്തിരിക്കുന്നത് എലാസ്റ്റിക്കിൻ്റെ. എലാസ്റ്റിക് എല്ലായിടത്തേക്കും വലിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 അറ്റം തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക് നല്ലോണം സെക്യൂർ ആവാൻ 1-2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഇലാസ്റ്റിക് പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
എലാസ്റ്റിക് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.